ധർമ്മടം ഞാൻ പോയി. ധർമ്മടമാണ് ഞാൻ പോയപ്പോൾ. പിന്നെ ഐ വെൻ ടു ധർമ്മടം, ബി ഹാഡ് അദാലത്ത് ദേർ. എൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു അയ്യോ കോട്ടയാണ്, മാങ്ങയാണ്, ഇതെല്ലാം പറഞ്ഞു, പോണ്ട. അവിടെ പോയി. അദാലത്തിൽ 6,000 people came or 5,000 people came, 3,008, number is still stuck in my head. 3,847 പരാതികൾ. CM നിയോജക മണ്ഡലം. രണ്ടുപേരും ഇൻകോമ്പറ്റൻ്റ് ആണ്, രണ്ടുപേരും കറപ്റ്റാണ്, രണ്ടുപേരും ശബരിമല കൊള്ളക്കാരാണ്, രണ്ടുപേരും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു, മറ്റേ ആൾ SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. ഹൂസ് ദ ബിഗർ എനിമി? എന്താ പറഞ്ഞവർ? ഒന്നായി തുടരാം. ഇതെന്ത് ഒന്നായി? എന്ത് തുടരാം? വേറെ ആരുണ്ടെന്നോ? മറ്റാരും ഉണ്ടെന്നോ? എന്താ ബ്ലൈൻഡ്? ഇതിപ്പോൾ നമ്മൾ ഹോസസ് ഇല്ലേ, ബ്ലൈൻഡേഴ്സ് ഇട്ട് നടക്കുന്ന ഹോസസ്, ഓസ്ട്രിച്ച് ഇൻ ദ സാൻഡ് പോലെ വേറെ ആരും ഉണ്ടെന്നോ? ഞാൻ പറഞ്ഞല്ലോ ആരുണ്ട്. LDF മാൻഡേറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അവർക്ക് 30 സീറ്റ് കിട്ടുമോ 40 സീറ്റ് കിട്ടുമോ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലീഡേഴ്സ്, ചില ജനകീയ ലീഡേഴ്സ് ഉണ്ട്, ലോക്കൽ പ്രസൻസ് ഉണ്ട്. പക്ഷെ അവർക്കൊരു മാൻഡേറ്റ് ടു ഗവൺ അല്ല. UDFനും കിട്ടും. UDFന് എന്ത് ബേസിസിൽ കിട്ടും? അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഹിസ്റ്ററിയിൽ ഇൽ ഗോ ഡൗൺ ആസ് ദ ബിഗസ്റ്റ് ഫ്ലോപ്പ്, ബിഗസ്റ്റ് ഫെയിലിയർ ഓഫ് എ ചീഫ് മിനിസ്റ്റർ. BJPയുടെ ഈ ഗ്രോത്ത് UDFനെയാണോ LDFനെയാണോ കൂടുതൽ തളർത്താൻ പോകുന്നത്? രണ്ടുപേരും 100%. ഒരുപോലെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. 50% ഇവിടെ നിന്നാണോ 45% ആണോ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഞങ്ങളാണ് ഡെവലപ്മെൻറ്റ് പാർട്ടി, ഞങ്ങളാണ് ഭാവി കുറിച്ച് ഒരു അഭിപ്രായവും കാഴ്ചപ്പാടുള്ള പാർട്ടി. അത് ആരെ ബാധിക്കും, എത്ര ബാധിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഞാൻ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ രണ്ട് പാർട്ടിയും ഫെയിൽഡ് പാർട്ടീസാണ്. നോക്കൂ, ഇതൊരു മറ്റൊരു സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു പാർട്ടി റീസണബിളി സക്സസ്ഫുൾ ആണ്, മറ്റൊരു പാർട്ടി ഫെയിലിയർ ആണ്, ദെൻ യു ക്യാൻ ചൂസ്. മനസ്സിലായില്ലേ? ഇത് രണ്ട് പാർട്ടിയും പൊളിഞ്ഞ പാർട്ടീസാണല്ലോ. ഇതിൽ എന്താണ് വ്യത്യാസം? രണ്ടുപേരിൽ എന്താണ് വ്യത്യാസം? അതല്ലേ ഞങ്ങൾ March 7th സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പയിൻ. CPM കോൺഗ്രസ് രണ്ടെല്ലാം ഒന്നാണ്. അപ്പോൾ രണ്ടുപേരും ബാധിക്കും. അതാണ് ഡെമോക്രസി. ദർ ഇസ് നോ മെയിൻ ശത്രു. വൈ ഷുഡ് ഐ ഡിസൈഡ് മെയിൻ ശത്രു? ഞങ്ങൾക്ക് ആരും ശത്രുവല്ല. ഇവർ ജനങ്ങളുടെ ശത്രുക്കളാണ്. ഇവർക്ക് രണ്ട് പാർട്ടിക്കും ജനങ്ങൾ വിശ്വസിച്ച് എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്? ഒരു അവസരമാണോ? അല്ല. രണ്ടാണോ? അല്ല. 70 കൊല്ലം കിട്ടിയില്ല അവസരം. രണ്ട് ശത്രുക്കളെ നമുക്ക് ഒരേ സമയം നേരിടാൻ പറ്റുമോ? ഓ, നേരിടണം. UPയിൽ ആരായിരുന്നു 10 കൊല്ലം ഭരിച്ചത്? കോൺഗ്രസ്. അതിൻ്റെ ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസ് എങ്ങനെ ഭരിച്ചു? CPMൻ്റെ പിന്തുണയുണ്ടല്ലേ. 14 നരേന്ദ്രമോദിജി പറഞ്ഞോ രണ്ടുപേരെ ശത്രുവാണ്, ഒന്ന് മാത്രമാണ് ശത്രു? അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം സോറി, വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട്, ഈ കാൽക്കുലേഷൻ ആൻഡ് ദിസ് നെറേറ്റീവ് കേരളം ഈസ് സംഹൗ സ്പെഷ്യൽ ഒന്നല്ല. ഇവിടുത്തെ വോട്ടറും ആരാണെങ്കിലും വോട്ടറിൻ്റെ ആവശ്യം ഒരു നല്ല ട്രസ്റ്റഡ് പബ്ലിക് സർവൻറ്റ്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ MLA, ഒരു MP ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് അവർക്ക് കിട്ടാനൊരു സാധ്യതയുണ്ട്. അത് BJP NDA വഴി അവർക്ക് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇനിയിപ്പം ബാക്കി അവർ തീരുമാനിക്കും. അങ്ങനെയൊന്നുമില്ലല്ലോ. വാട്ട് ഈസ് ദ പ്രൈം എനിമി? ഐ ഡോണ്ട് നോ. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ രണ്ടുപേരും കാണുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ, അവരുടെ പ്രവർത്തന ശൈലി കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയമാണ്. രണ്ടുപേരും ധർമ്മടം ഞാൻ പോയി. ധർമ്മടമാണ് ഞാൻ പോയപ്പോൾ. പിന്നെ ഐ വെൻ ടു ധർമ്മടം, ബി ഹാഡ് അദാലത്ത് ദേർ. എൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു അയ്യോ കോട്ടയാണ്, മാങ്ങയാണ്, ഇതെല്ലാം പറഞ്ഞു, പോണ്ട. അവിടെ പോയി. അദാലത്തിൽ 6,000 people came or 5,000 people came, 3,008, number is still stuck in my head. 3,847 പരാതികൾ. CM നിയോജക മണ്ഡലം. എന്താണ് പരാതി? കുടിവെള്ളമില്ല, വീടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റോഡില്ല, ഡ്രെയിനേജ് ഇല്ല, മാലിന്യത്തിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര മോശമാണ്. ഇതാണ് CM കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോയി, പരവൂർ. സെയിം തിങ്. പിന്നെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട എനിമി? രണ്ടുപേരും ഇൻകോമ്പറ്റൻ്റ് ആണ്, രണ്ടുപേരും കറപ്റ്റാണ്, രണ്ടുപേരും ശബരിമല കൊള്ളക്കാരാണ്, രണ്ടുപേരും ഒരാൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു, മറ്റേ ആൾ SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നു. ഹൂസ് ദ ബിഗർ എനിമി? നിങ്ങൾ പറയും. പക്ഷേ ഇലക്ഷന് മുമ്പ് താങ്കൾ പറഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലും
സ്ട്രോങ് ആന്റി ഇൻകംബൻസി കാരണം LDF പിക്ചറിലേ ഇല്ല. അത് ഞാനിപ്പോഴും പറഞ്ഞല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് UDF-നെയോ അല്ലെങ്കിൽ BJP അല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ തുടരും എന്ന് പറഞ്ഞ CPM-ന് മൊട്ട 0 ചാൻസാണ് തുടരാൻ ഈ ഇലക്ഷനിൽ. നമ്മളിപ്പോൾ ജൂലൈയിലൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാലോ, ജൂലൈ 25 എന്തായിരുന്നു നറേറ്റീവ്? 3-ാം തവണ തുടരും എന്നായിരുന്നല്ലോ ലോക്കൽ ബോഡിന് മുമ്പ്. അതെല്ലാം പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോൾ 0% ചാൻസാണ് CPM സർക്കാരിൻ്റെ ചാൻസ്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്, കോൺഗ്രസ്, NDA. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞത് 100 സീറ്റ്. എന്താണ് അതിൻ്റെ ഹൈപ്പോത്തസിസ്? ഇവിടുത്തെ വോട്ടെല്ലാം, ആൻറ്റി ഇൻകംബൻസി വോട്ടെല്ലാം കോൺഗ്രസ്സിൽ പോകുമെന്ന് അവരൊരു വിശ്വാസം. അത് നടക്കുന്നില്ല. അത് മാത്രമല്ല, മുസ്ലിം വോട്ടും കൺസോളിഡേറ്റ് ആവുന്നില്ല. അപ്പോഴാണ് ഈ തന്ത്രങ്ങളെല്ലാം, പുതിയ തന്ത്രങ്ങൾ, രാഹുൽ ഗാന്ധിൻ്റെ ഒരു തന്ത്രം, പിന്നെ VD സതീശൻ്റെ ഡീല്, ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നോബഡി ഈസ് നമ്പർ 1 enemy, both are number 1 enemy. Just to clarify, so you are completely ruling out Pinarayi 3-0? 150% I'm ruling out. No, ഞാനല്ല. You tell me what is the logic of Pinarayi 3-0? എന്താണ് ലോജിക്? ഹാസ് ഹി ഡൺ സംതിങ് ഫോർ ദ സ്റ്റേറ്റ്? എന്താണ് അച്ചീവ്മെൻറ്റ്? ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയൂ. You have led the state into economic bankruptcy. You have led the state into a situation where youth migration is doubling. You have led the state into a situation where even Shabrimala's gold is unsafe. You have led the situation where നമ്മളുടെ വെളിച്ചെണ്ണ വില, which is a staple thing for Malayalis, that also is unaffordable. Highest inflation, highest unemployment. പിന്നെ എന്ത് ബേസിസിലാണ് എന്താ പറയുന്നവർ? ഒന്നായി തുടരാം. എന്ത് തുടരാം? വേറെ ആരുണ്ടെന്നോ, മറ്റാരുണ്ടെന്നോ? എന്താ ബ്ലൈൻഡ്? ഇതിപ്പോൾ നമ്മൾ ഹോസസ് ഇല്ലേ, ബ്ലൈൻഡേഴ്സ് ഇട്ട് നടക്കുന്ന ഹോസസ്, ഓസ്ട്രിച്ച് ഇൻ ദ സാൻഡ് പോലെ, വേറെ ആരുണ്ടെന്നോ? ഞാൻ പറഞ്ഞല്ലോ ആരുണ്ട്. LDF-ന് മാൻഡേറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അവർക്ക് 30 സീറ്റ് കിട്ടുമോ 40 സീറ്റ് കിട്ടുമോ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലീഡേഴ്സ്, ചില ജനകീയ ലീഡേഴ്സ് ഉണ്ട്, ലോക്കൽ പ്രസൻസ് ഉണ്ട്. പക്ഷെ അവർക്കൊരു മാൻഡേറ്റ് ടു ഗവൺ എല്ലാ UDF-നും കിട്ടും. UDF-ന് എന്ത് ബേസിസിൽ കിട്ടും? അല്ല, if it is not LDF, അത് people will decide. അവിടെയാണ് UDF-ന് ഒരു മെജോറിറ്റി കിട്ടുകയും, മെജോറിറ്റി മീൻസ് മാക്സിമം നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടും. They will not get majority seat. UDF, there is no conceivable reason that UDF will get majority. You do your own seat analysis. ഞാൻ ചെയ്തല്ലേ, അത് എൻ്റെ ജോബല്ലേ ഇത് ചെയ്യാൻ. You are a candidate in name. അതെ. How do you see your prospects? എങ്ങനെ കാണുന്നു? അല്ല, my prospects are good prospects, not because of anything great about me, but certainly we have an inept, incompetent MLA, and I use the word with all responsibility. I don't do personal attacks on people. All you have to do, innippo nemam onnu sandarsha, you just travel. 20 കൊല്ലം മുമ്പേ നേമം ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു. ഇന്നും അതാണ് സ്ഥിതി. നേമത്തെ പകുതി ഭാഗത്തിൽ കുടിവെള്ളമില്ല, റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് 100% ഇലക്ട്രിസിറ്റി. MSK നഗർ ഒന്ന് പോയി നോക്കൂ, പിന്നെ പാങ്കോട് വിവേകാനന്ദ നഗർ ഒന്ന് പോയി നോക്കൂ. എന്താണ് ഇത്? തലസ്ഥാനമാണെന്ന്, നിയമമാണ്, ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഇവരിപ്പോൾ ഇന്ന് തുടങ്ങിയ കാര്യമാണ്, ഇന്നലെ തുടങ്ങിയതാണ്. ഡെലിബറേറ്റ് ആയിട്ട് വാട്ടർ സപ്ലൈ കട്ട് ചെയ്യുക BJP വാർഡ്സിലേക്ക്. ആൻഡ് വൈ? എന്നിട്ട് അത് കോർപ്പറേഷനാണ് ചെയ്യാത്തതെന്ന് ഒരു പ്രചരണം നടത്തുക. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. സോ മൈ ചാൻസസ് ആർ, ബിക്കോസ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത് മതിയായി, ഇനിയിപ്പോൾ മാറ്റം വേണം. എനിക്കൊരു അവസരം തന്നാൽ ഇതെല്ലാം ഞാൻ മാറ്റി തരുന്നത് ഞാൻ പറഞ്ഞു. ആരാണെങ്കിലും അത് ജനങ്ങൾ തോൽപ്പിക്കും. അവർ ശിവൻകുട്ടിയല്ലേ താക്കോലും പൂട്ടെടുത്ത് നടക്കുന്നത്? ഇതെല്ലാം ഒരു അഹങ്കാരമാണെന്ന്. ഇതല്ലേ ഞാൻ പറഞ്ഞത്. ഇവർ ദാസ് ക്യാപിറ്റൽ വായിച്ച് അവർ വിചാരിക്കുന്നത് അവർ ചൈന PRC-യിലാണ് താമസിക്കുന്നതും USSR-ലെ. ഇവിടെ താക്കോലും പൂട്ടെല്ലാം ആരുടെ കയ്യിലാണ്? ജനങ്ങളുടെ കയ്യിലല്ലേ. ഇത് പിണറായി വിജയൻ്റെ കയ്യിലാണോ? ഇതെല്ലാം വേണ്ടാത്ത വെഡിത്തരമാണെന്ന്. താക്കോലും പൂട്ടും ജനങ്ങളുടെ കയ്യിലാണ്. അവർ തീരുമാനിക്കും ആരുടെ പൂട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ആരുടെ പൂട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്.
വികസനത്തെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻസ് മുതൽ കാര്യമായിട്ട് പറഞ്ഞത്. Can you point out a BJP-led state which should be seen as the aspirational level of Kerala? Like Kerala, അങ്ങനെ ഒരു ലെവൽ അല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മളുടെ ഡൈനമിക്സ് ആർ ഡിഫറെൻറ്റ്. ബട്ട് ഇൻ ടേംസ് ഓഫ് ചേഞ്ച് ഐ ക്യാൻ പോയിന്റ് ഔട്ട് സ്റ്റേറ്റ്സ്. UP, last 7 years journey of UP. India, last 12 years of India. 2014 അഞ്ച് ദുർബലമായ എക്കോണമീസിൻ്റെ ഒന്നായിരുന്നു ഇന്ത്യ. 14 quarters of uninterrupted inflation, 18 quarters of decline in industrial production. അതായിരുന്നു ഇന്ത്യൻ്റെ സ്ഥിതി. ഇന്നെന്താ സ്ഥിതി? അതേ ഇന്ത്യയല്ലേ, അതേ ജനങ്ങളല്ലേ? എന്താണ് സ്ഥിതി? വി ആർ ക്ലോസ് ടു ബിക്കമിങ് ദ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്. ഫോർത്ത് ലാർജസ്റ്റ്, വി ആർ ദ ഫോർത്ത് ലാർജസ്റ്റ്, വിൽ ബി തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി, ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡ്. അതേ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്നല്ലോ. പിന്നെ 10 കൊല്ലം UPൻ്റെ സമയത്ത് എന്താണ് നമ്മൾ കേട്ടത്? എല്ലാ ദിവസവും ഒരു സ്കാം. അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. ഫൈനാൻഷ്യൽ സെക്ടർ, ബാങ്ക് ലോൺ കിട്ടാത്ത സ്ഥിതി ആയിരുന്നു അന്ന്. ബ്രോക്കൺ, എന്താ ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഡ്രിവൻ ബാങ്കിങ് സെക്ടർ, ഡ്രിവൻ ടു ദ ഗ്രൗണ്ട്. എന്താണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ബാങ്കിങ് സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റിനോടൊപ്പം സംസാരിക്കേണ്ട ഒരു കാര്യമില്ല, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. There were several recent reports against since you mentioned UP. 2025 മാത്രം 48 പേരാണ് ക്രിമിനൽ എൻകൗണ്ടേഴ്സിൽ അവിടെ കൊല്ലപ്പെട്ടുള്ളത്. ആൻഡ് 191 custodial deaths since 2018. ഇത്തരം ഫിഗേഴ്സ് കൂടിയുള്ള ഒരു UP കൂടിയാണ്. സോ ഡെവലപ്മെന്റിനോടൊപ്പം പറയുമ്പോൾ സിൻസ് യു മെൻഷൻ UP അല്ല ഓക്കെ, അല്ല നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് മുമ്പോട്ട് വെക്കണം. ഞാൻ UP ആവണമെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞോ? UPൻ്റെ ഡെവലപ്മെൻറ്റ് മോഡലാണ്. ഞാൻ സോഷ്യൽ മോഡൽ പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, ഞാൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് സോഷ്യൽ മോഡൽ പറഞ്ഞത്? സോഷ്യൽ മോഡൽ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. സോഷ്യൽ മോഡൽ ഇവിടുത്തെ പോലീസിങ്ങും ഇവിടുത്തെ ലോവും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറാണ് തീരുമാനിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ബൈനറി ആവുന്നത്? ഇതെങ്ങനെയാണ് വൈ ആർ വി കോൺഫ്ലേറ്റിംഗ് വൺ വേഴ്സസ് ദി അതർ? ഈ പ്രോപ്പോസിഷൻ ആണല്ലോ മാർക്സിസ്റ്റ് പ്രോപ്പോസിഷൻ. We should all wallow in poverty as long as we can make an argument about social justice. അതാണോ ഫ്യൂച്ചർ? അല്ല, ഞങ്ങൾക്കൊരു കൃത്യമായ അഭിപ്രായമുണ്ട്. ഇതെല്ലാം ഒരു പഴയ പ്രോപ്പഗൻഡയാണെന്ന്. അൺലെസ് വി ആർ സഫറിങ് വി ആർ നോട്ട് ഈക്വൽ. അതൊന്നുമല്ല. വി ക്യാൻ ബി പ്രോസ്പെറസ്, വി ക്യാൻ ബി സോഷ്യലി ഇൻക്ലൂസീവ്, വി ക്യാൻ ഹാവ് ജസ്റ്റിസ്, വി ക്യാൻ ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്. ഇതെല്ലാം ഒരു കോൺട്രഡിക്ഷൻ ഒന്നുമല്ല. ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അത് ചെയ്യണം. അതിനുവേണ്ടി ലീഡർഷിപ്പ് ഉണ്ടാവണം. ആ ലീഡർഷിപ്പാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ആ കാഴ്ചപ്പാടാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് അത് ഞാനിപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പോലെ ആണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റീനെ കെട്ടിപ്പിടിക്കുന്നു. ഓക്കെ, അത് നല്ല സ്റ്റാറ്റിസ്റ്റിക്കാണ്. പക്ഷേ ഈസ് ദാറ്റ് ദി എൻഡ് ആൻഡ് ഫിനിഷ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ്? യൂത്ത് മൈഗ്രേഷൻ ഉണ്ട്, അട്ടപ്പാടിയിൽ പീക്കിംഗ് ഉണ്ട്. ആവറേജ് നമ്പർ എടുത്ത് നടന്നാൽ ഒരു പഴയ കോട്ടുണ്ടല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മെയ്ഡ് ടു ഡു എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി ടോർച്ചർ ടു മേക്ക് എനി ആർഗ്യുമെൻറ്റ് യു വോണ്ട്. അപ്പോൾ മൈ ഹംബിൾ സബ്മിഷൻ ഈസ് വെൻ ഐ മേക്ക് ദി ആർഗ്യുമെൻറ്റ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ UP ഈസ് ഗുഡ് ബിക്കോസ് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ അവിടെ വരുന്നു. എത്രയോ തൊഴിലവസരങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിക്സിൻ്റെ സാംസങ്ങിൻ്റെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഫാക്ടറി അവിടെ വരുന്നു. അതിൻ്റെ റെസ്പോൺസ് ഇതല്ല. അവിടെ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടാവുന്നു. ആ കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടാവുന്നു അവിടെ പോലീസ് റിഫോം നടക്കണം. അതിനുവേണ്ടി പൊളിറ്റിക്കൽ എനിമി ആരാൻ ചോദിച്ചതിന്റെ വേറൊരു സമയം സ്ട്രോങ്സ്റ്റ് ഒപ്പോണന്റ് ആയിട്ട് തോന്നുന്നത് പിണറായി വിജയനെയാണോ VD സതീശനെയാണോ? അപ്പോൾ എനിക്ക് അങ്ങനെ വൈ സ്ട്രോങ് പിണറായി വിജയനെ കുറിച്ച് ഇന്ന് ഞാൻ പബ്ലിക്കലി പറഞ്ഞത്, അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഹിസ്റ്ററിയിൽ ഇൽ ഗോ ഡൗൺ ആസ് ദ ബിഗസ്റ്റ് ഫ്ലോപ്പ്, ബിഗസ്റ്റ് ഫെയിലിയർ ഓഫ് എ ചീഫ് മിനിസ്റ്റർ. അതിന് മുമ്പുണ്ടായിരുന്നല്ലോ CPM ലീഡേഴ്സും ചീഫ് മിനിസ്റ്ററായിട്ട്. E.K. നായനാർ ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. ബട്ട് പിണറായി വിജയൻസ് പ്ലേസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് കേരളം ഇസ് ഗോയിങ് ടു ബി ദാറ്റ് ഏറ്റവും ഡിസാസ്റ്റർ ലോസ്റ്റ് ഡെക്കേഡിൻ്റെ ആർക്കിടെക്റ്റ് ആയിരുന്നു പിണറായി വിജയൻ. അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് നല്ലൊരു വ്യക്തിയായിരുന്നു UPൻ്റെ സമയത്ത്. എൻ്റെ പേഴ്സണൽ നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തു പറഞ്ഞാലും മൻമോഹൻ സിംഗിൻ്റെ ലെഗസി
UPA ലോസ്റ്റ് ഡെക്കേഡായിരുന്നു. 2G സ്കാം, കോൾഗേറ്റ് സ്കാം, ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലെഗസി. കോമൺവെൽത്ത് സ്കാം, അത് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. അങ്ങനെ ഐ ഹാവ് നത്തിങ് പേഴ്സണൽ അഗെയിൻസ്റ്റ് പിണറായി വിജയൻ. VD സതീശൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു, VD സതീശൻ ഈസ് എ കോൺഗ്രസ് മാൻ, ദാറ്റ് ഈസ് ഇനഫ്. വേറൊന്നും പറയേണ്ട ആവശ്യമില്ല.